മിൻ ജൗഫിഹി മിസ്ലൽ ജർവിൽ അസ്വദ്, കറുത്ത ഒരു പട്ടിക്കുട്ടിയെ പോലെയുള്ള സാധനം പുറപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. റവാഹു ദാറഖുത്നി വദ്ദാരിമി. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കാണാൻ സാധിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിശാച് ബാധ ചികിത്സയായിട്ട് വ്യക്തമായ ഹദീസുള്ളതാണ്. പിന്നെ ഇതിൽ നിന്ന് ചില ആളുകൾ തെളിവ് പിടിക്കുന്ന സംഗതി എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തേക്ക് പിശാച് ശല്യപ്പെടുത്താൻ വന്ന സമയം ആദ്യം അള്ളാഹു എന്നുള്ള സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, പിന്നെ ശാപവാക്കുകൾ ഉച്ചരിച്ചു. എന്നിട്ടും അവൻ പോകാതെ വന്നപ്പോൾ അവനെ കൈ പിടിച്ചു എന്നാണ്. പിടിച്ച് അവനെ ശ്വാസം പിടിച്ച് അവന്റെ നാവിന്റെ തണുവ് കയ്യിൽ അനുഭവപ്പെട്ടു എന്നെല്ലാം നമ്മൾ ഹദീസ് കാണാൻ സാധിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ശാപവാക്കുകൾ ഉച്ചരിക്കുക, എന്നിട്ടും പോകുന്നില്ല അവനെ ബലപ്രയോഗം നടത്തുക എന്ന രീതിയിലാണ് പലപ്പോഴും ചികിത്സകന്മാർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് ഈ ജിന്ന് ബാധിക്കുന്നത്? ഈ ജിന്ന് ബാധിച്ചാൽ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ലഘുവായിട്ടൊന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ജിന്ന് ബാധിക്കുന്നത് ആളുകളെ? എല്ലാ ജിന്നും ബാധിക്കുമോ? എല്ലാവരും ബാധിക്കുമോ? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, പ്രധാനമായും 3 കാരണങ്ങളാണ് ജിന്ന് ബാധിക്കുന്നത്. ഒന്ന്, സ്നേഹം മൂലം. സ്നേഹം മൂലം എന്ന് പറഞ്ഞാൽ സുന്ദരിയായൊരു പെണ്ണ്, ആ സുന്ദരി പെണ്ണോട് താല്പര്യം തോന്നുന്നു, അവളെ പ്രവേശിക്കുന്നു. അല്ലെ നല്ലൊരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനിൽ പ്രവേശിക്കുന്നു. എന്നാൽ അതിൽ നിന്ന് അവർ ശാരീരിക സുഖങ്ങൾ അനുഭവിക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർആനിൽ സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ലം യത്മിസ്ഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ. അവർക്കും മനുഷ്യരോ ജിന്നുകളോ സ്പർശിച്ചില്ല. ഈ സ്പർശനം എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധമാണ്. ഇവിടെ ഇങ്ങനെ ചികിത്സക്ക് വരുന്ന ആളുകളെ അവരോട് ചോദ്യം ചെയ്യുമ്പോൾ അവർ പറയാറുണ്ട്, അവരുമായി ശാരീരിക ബന്ധം പുറത്തുനിന്ന് അവർക്ക് അനുഭവപ്പെടാറുണ്ട് എന്നുള്ളതാണ്. അത് പുരുഷന്മാരും പറയാറുണ്ട്, സ്ത്രീകളും പറയാറുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ കല്യാണം കഴിച്ചാലും ഈ സ്ത്രീക്ക് ഭർത്താവിനും വേണ്ടി വരില്ല, ഭർത്താവിന് ഈ ആണിന് ഭാര്യയും വേണ്ടി വരില്ല. അവരല്ലാതെ തന്നെ അവർ ജീവിച്ചു പോവുകയാണ്. എന്ന് മാത്രമല്ല ഗർഭം പോലും ബലം ധരിക്കില്ല. കാരണം ഗർഭിണിയാകുന്നതൊക്കെ ഈ ഉള്ളിലുള്ള ജിന്നിന് ഇഷ്ടമല്ല, ഗർഭിണിയാകുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഗർഭമൊക്കെ അലസി പോകാനൊക്കെ അതിന് കാരണമാകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില കേസിൽ നമ്മൾ കാണാൻ സാധിക്കും, വർഷങ്ങളായിട്ട് ഇങ്ങനെ കുട്ടി ഉണ്ടാവാതെ എന്നും പൂജാരിയുടെ അടുത്ത് പോയിട്ട് അവസാനം പൂജയൊക്കെ ചെയ്തപ്പോൾ ഉടനെ തന്നെ കുട്ടിയുണ്ടായി. അല്ലെങ്കിൽ ആ തുലാഭാരം കഴിച്ചപ്പോൾ ഉടനെ കുട്ടിയുണ്ടായി. അല്ലെ ഇന്ന ജാറത്തിൽ പോയി നേർച്ച ഉടനെ കുട്ടിയുണ്ടായി എന്നൊക്കെ ചിലപ്പോൾ കാണാൻ സാധിക്കും. ഇവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള പ്രവർത്തനം മൂലം ഇവരിൽ ബാധിക്കുന്ന ജിന്നങ്ങ് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഓക്കെ ആയി. അതാണ് സന്താനക്കുറി കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ജ്യോത്സ്യന്മാരെ പറയുന്നത്, സന്താനക്കുറി കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവിടെയെല്ലാം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പൈശാച ബാധ ഒഴിഞ്ഞു പോവുകയാണ്. ഈ പൈശാച ഒഴിഞ്ഞു പോകാൻ ഏറ്റവും പിശാച് ഇഷ്ടമുള്ള കാര്യമാണ് ഒരാൾ കുഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ ഒരു മുസ്ലിം തുലാഭാരം കഴിക്കാൻ, ഒരു വിഗ്രഹത്തിന് വേണ്ടി തുലാഭാരം കഴിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനേക്കാൾ കൂടുതൽ പിശാചിന് സംതൃപ്തി ഉണ്ടാവുന്ന കാര്യം എന്താ? അപ്പൊ പിശാചിനെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒഴിഞ്ഞുപോക്കിൽപ്പെട്ടതാണ് അതെല്ലാം എന്ന് മനസ്സിലാക്കുക. അപ്പൊ സ്നേഹം മൂലമാണെന്ന്. പക്ഷെ സ്നേഹം മൂലം ബാധിച്ച ആളുകൾ പ്രത്യേകം എന്ന് വെച്ചാൽ അവരിങ്ങനെ വലിയ രോഗമൊന്നും കാണിക്കില്ല. ചില ഒരു പ്രത്യേക സ്വഭാവങ്ങൾ, ഇപ്പൊ അതുവരെ ഇല്ലായിരുന്ന ഒരു പ്രത്യേക വൃത്തി, അല്ലെ ചില പ്രത്യേക ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക, അങ്ങനെ ചില പ്രത്യേക രീതികൾ അവർക്ക് കാണാൻ സാധിക്കും. അല്ലാതെ ഒരു വലിയൊരു വയലന്റ് ആയിട്ടൊന്നും ചിലപ്പോൾ കാണാൻ സാധ്യമല്ല. രണ്ടാമത്തത് പ്രതികാരം മൂലമാണ്. പ്രതികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവര് വസിക്കുന്ന സ്ഥലത്ത് പോയി നമ്മൾ ഒരു ബിൽഡിംഗ് പണിയോ, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഉപദ്രവിക്കുക, അവർക്ക് മരണം സംഭവിക്കുക. മരണം സംഭവിക്കാൻ നമ്മൾ കാണുന്നില്ല അവ ഉപദ്രവിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് ഇന്ന കാരണമാണ് ആൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ പല സ്ഥലത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു വീടിന് തറ പണിതു, അപ്പൊ എല്ലാവർക്കും രോഗമായി, ശരീരത്തിൽ ചെറിയ കുരുക്കളൊക്കെ വരാൻ തുടങ്ങി. അവസാനം ആ തറയെ തന്നെ കൊണ്ടേ വിളക്കൊക്കെ വെച്ച് പൂജയൊക്കെ ചെയ്തപ്പോൾ എല്ലാം മാറി. പലപ്പോഴും അനുഭവങ്ങളുണ്ട്. അതിന്റെ കാരണത്താൽ ഞാൻ താമസിക്കുന്നിടത്ത് വർഷങ്ങളോളമായി മുസ്ലിം സഹോദരന്മാർ എന്ന് പറയുന്ന ആളുകൾ വിളക്ക് വെക്കുന്ന ഒരു തറയുണ്ടായിരുന്നു. അവിടെ ഈ അടുത്താണ് ആ തറയുടെ മുകളിൽ ഇപ്പോൾ ഒരു പള്ളി പണിതിട്ടുണ്ട്. അപ്പോ അടുത്ത കാലം വരെയും അവിടെ മുസ്ലിങ്ങളാണ് വിളക്ക് വെച്ചിരുന്നത്. അപ്പോ ആ പാമ്പൻ ഷെയ്ഖ് എന്നാണ്, പാമ്പൻ ഷെയ്ഖിന് വിളക്ക് വെക്കാന്നാണ് പറയാറുള്ളത് തന്നെ ആളുകൾ. അപ്പൊ ഇവിടെ പ്രതികാരം മൂലം. ഇനി വേറെ നിങ്ങൾ മനസ്സിലാക്കണം, പ്രതികാരത്തിന് ചിലപ്പോൾ നമ്മൾ അറിയാതെ, ഇപ്പൊ നമ്മളൊരു വണ്ടി റിവേഴ്സ് എടുത്ത്, ഇനിയിപ്പോ നിങ്ങൾ പറയുന്നത് വണ്ടി റിവേഴ്സ് ജിന്നിട്ടുകൊണ്ട് എന്നൊക്കെ എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ഞാൻ പിന്നെ ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ മേശ തള്ളിയിട്ട് ജിന്ന് കുടുങ്ങിന്നോ. അതായത് ഞാൻ എന്റെ അനുഭവങ്ങളാണ് പലപ്പോഴും എന്റെ പ്രസംഗങ്ങളിൽ ഞാൻ. ഇപ്പൊ ഒരു വീട്ടിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് ആ വീട്ടിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആ വീട്ടിൽ ഒരാൾക്ക് അവിടെ വേറൊരാളെ കാണാം എക്സ്ട്രാ ആയിട്ട്, ബാക്കിയുള്ള ആൾക്ക് കാണുന്നില്ല. അപ്പൊ അയാളില്ല എന്ന് ചോദിക്കും, അയാൾ എവിടെ പോയി, അയാളും കൂടെ വന്നാൽ ഇയാൾ ഭക്ഷണം കഴിക്കുള്ളൂ, അയാൾക്ക് മാത്രമേ ഈ ആളെ കാണാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, പോയ ആളുകളൊക്കെ ആയത്തുക്ക് സോദാൻ തീരുമാനിച്ചു.
ഒരൊറ്റ ആൾക്കും ആയത്ത് കുറിച്ച് ഓതാൻ കിട്ടിയില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ജമാൽ ചെറുവാടി ചോദിച്ചാൽ ആ സംഭവം പറഞ്ഞുതരും. ജമാൽ ചെറുവാടിയൊക്കെ ആയത്ത് കുറിച്ച് ഓതാൻ ശ്രമിച്ചാണ്, പക്ഷേ ആയത്ത് കുറിച്ച് ഇങ്ങോട്ട് വരുന്നില്ല എന്നാണ് അദ്ദേഹം അന്നോട് പറഞ്ഞത്. അപ്പൊ ഏതായാലും അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇപ്പൊ അയാൾ അവിടെ ഇരിക്കുകയാണ്, ഞാനിപ്പോ ആ ഡെസ്ക് തള്ളിയിട്ട് ആ ജിന്നല്ലേ അവിടെ കുടുങ്ങിപ്പോലെ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഞാൻ ഇരുന്നപ്പോ ഞാൻ ശ്രദ്ധിച്ച്, കാരണം ഇപ്പൊ ആ ജിന്ന അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാനിപ്പോ ഇത് അയാളെ ഞാൻ കാണുന്നില്ലല്ലോ, ഞാനിപ്പോ ഈ ഡെസ്ക് അങ്ങ് നീക്കിയിട്ട് അവനോട് കുടുങ്ങുമല്ലോ, അവനോട് പ്രതികരിക്കും എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു പോയതാണ്. ഇപ്പോ വേറൊരു സ്ഥലത്ത് ഒരു സ്ത്രീക്ക് പ്രയാസം ഉണ്ടായി, ചോദിച്ചാൽ എന്തിനാ എന്റെ മേത്ത് മീനിന്റെ വെള്ളം ഒഴിച്ചെന്നാണ് ചോദിച്ചത്. ഈ സ്ത്രീ മീൻ കഴിയ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഒഴിച്ചപ്പോ അവിടെ ജിന്ന് നിൽക്കുന്നത് സ്ത്രീക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ഇബ്നു തൈമിയ്യ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയേണ്ടത് അറിയാതെ ചൂടുവെള്ളം ഒഴിക്കുക, ആ സമയത്തൊക്കെ ഈ ജിന്നുകളുടെ ദേഹത്തിന് അവർ പ്രതികരിക്കും. അപ്പൊ ഇവര് നമ്മൾ കാണാതെയാണ് ചെയ്യുന്നതെന്ന് അവർ കരുതില്ല. ഇപ്പോ നമ്മുടെ ദേഹത്ത് ഒരാൾ മൂത്രമൊഴിച്ച് എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ഒരു സ്ത്രീയെ ബാധിച്ചതിനെ കുറിച്ച് പറഞ്ഞതാ, സ്ത്രീ എന്ന് നേരെ പോയി മൂത്രമൊഴിച്ച് ജിന്ന് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു കാക്കൂസിനകത്ത്, അതിനെ മേത്ത മൂത്രമൊഴിച്ച്, പിന്നെ ജിന്ന് പ്രതികരിക്കായിരിക്കും. അപ്പോ എന്താണ് അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ് എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു പഠിപ്പിച്ചു, ആൺപെൺ പിശാചുക്കളിൽ നിന്ന് അഭയം തേടണമെന്ന്. പക്ഷെ നമ്മുടെ മദ്രസ വിദ്യാർത്ഥികൾക്കൊന്നും അതിന്റെ അർത്ഥം കിട്ടൂല ഇപ്പൊ. കാരണം എന്താ? അശുദ്ധിയിൽ നിന്നും വൃത്തിഹീനതയിൽ നിന്നും അഭയം തേടണമെന്നൊക്കെ ഇപ്പോഴത്തെ പുസ്തകങ്ങളുള്ളത്. ഏത് ഖുബ്സ് ഖബായിസ് എന്നുള്ള എവിടെ അശുദ്ധിയും അഴുക്ക് വസ്തു എന്നൊക്കെ ഉള്ളത്? അപ്പൊ നമുക്കെന്താണ് കക്കൂസിനകത്ത് ആൺപെൺ പിശാചുക്കളുണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണില്ല. അതുകൊണ്ട് എന്താണ് അഴുക്കുന്ന മാലിന്യത്തിൽ നിന്നൊക്കെ അഭയം തേടണേ. എന്നിട്ട് ഒരാൾ ഒരിക്കൽ അന്നേരം ഹദീസിനെ കുറിച്ച് വ്യാഖ്യാനിച്ച് ഒരു അറിയപ്പെടുന്ന ഒരു വ്യക്തിയോട് പറയാണ്, കണ്ടോ നബി സല്ലല്ലാഹു കാലത്ത് പോലും ഈ അണുക്കളെ കുറിച്ചൊക്കെയുള്ള സൂക്ഷ്മത ശ്രദ്ധിച്ചു നോക്കി, കണ്ടോ ഹദീസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കാരണം രോഗാണുക്കളൊക്കെ ഇപ്പോഴല്ലേ നമ്മൾ കണ്ടുപിടിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം. അപ്പൊ ആ രീതി ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ പ്രതികാരം മൂലമാണ് 2. മൂന്നാമത്താണ് സിഹ്ർ മൂലം. ഇതാണ് വളരെ പ്രബലമായി നമ്മുടെ നാടുകളിലുള്ള ഒരു സംഗതിയാണ് സിഹ്ർ മൂലമുള്ള സംഗതി. അപ്പൊ ഇതില് സിഹ്ർ മൂലം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഈ ജിന്നിന് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യമൊന്നും മനുഷ്യനുണ്ടാവില്ല. പക്ഷെ സാഹിർ പറയുന്നതനുസരിച്ച് ചെയ്യുന്നു. ഏതുപോലെ ഇപ്പൊ എന്നെ കൊല്ലണം എന്നൊരു ഗുണ്ടാസംഘം പറഞ്ഞാൽ എന്നോട് ആ ഗുണ്ടകൾക്ക് ഒരു പ്രത്യേകിച്ച് ഒരു വൈരാഗ്യമില്ല. പക്ഷെ ആ ഗുണ്ട കാശ് വാങ്ങിച്ചിട്ട് എന്നെ അങ്ങോട്ട് കൊന്നു കൊടുക്കുന്നു എന്നതുപോലെയാണ് ഈ സിഹ്റിന്റെ പരിപാടി. അപ്പൊ ഈ 3 തരത്തിലാണ് പ്രധാനമായി പ്രവേശിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് നമ്മൾക്ക് ഇതെല്ലാം തടയാൻ വളരെ എളുപ്പമാണ്. അതാണ് പ്രത്യേകത. ഇപ്പൊ സ്നേഹം മൂലം എന്ന് പറഞ്ഞപ്പോ ജിന്നൊരാൾ ഇപ്പൊ യഥാർത്ഥ ഇപ്പോ ഒരു വിശ്വാസിയായ ഒരാള് കൃത്യമായി നമസ്കാരവും കൃത്യമായി പ്രാർത്ഥനകളും ദിക്ർ ദുആകളും ഒക്കെ ഉള്ള ഒരാളിലേക്ക് ഇത് പ്രവേശിക്കാൻ സാധിക്കില്ല. അപ്പൊ യഥാർത്ഥ ഒരു വിശ്വാസി അതൊന്നും സംരക്ഷിതനാണ്. ഇനി പ്രതികാരം എന്ന് പറഞ്ഞാലോ നമുക്കറിയാം. ഇപ്പൊ നിങ്ങൾ തന്നെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ചെറിയ തർക്കം ഉണ്ടാകുന്നുണ്ട്, ബസ്സിൽ തർക്കം ഉണ്ടാകുന്ന നിൽക്കുക. ഇവരെ കണ്ടായത്തിന് നല്ല ആരോഗ്യം മറ്റോ തോന്നിക്കഴിഞ്ഞാൽ മറ്റും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവിടെ അടങ്ങിയിരിക്കും എന്നതുപോലെ ഒരു യഥാർത്ഥ വിശ്വാസി ഈമാനും തക്കവയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവനോട് പ്രതികാരത്തിനും നിൽക്കൂല. മാത്രമല്ല നമ്മളിപ്പോ ബിസ്മിയില്ല നിൽക്കുക, എന്നാൽ ഇപ്പൊ ബിസ്മിയില്ല ഒരു കാര്യം ചെയ്താൽ അവൻ സംരക്ഷിതനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ഒരു കല്ല് നമ്മൾ എടുത്തെറിഞ്ഞ് ബിസ്മിയിലിട്ടാണ് എറിഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ചാടി ഇറങ്ങി. ഇപ്പൊ ഒരിക്കൽ ഒരു കുട്ടി ആശുപത്രി വന്നതാണ്. എന്താണെന്ന് വെച്ചാല് തോട്ടിലേക്ക് എടുത്ത് ചാടിയതാണ്. തോട്ടിലേക്ക് എടുത്ത് ചാടിയിട്ട് പിന്നെ മുഴുവൻ പറയുന്നത് ചീത്തയും ബഹളവും, ആശുപത്രി വന്ന എല്ലാവരും തുപ്പലും ആകെ ഇതാണ്. പക്ഷെ നമുക്കറിയാം ഇതെന്ന് സംബന്ധിച്ച് ആ ചാടിയത് ഇതുപോലെ എന്തിനോ മുകളിലേക്കാണ് ചാടിയത്, അവൻ കാണുന്നില്ല. അപ്പൊ ചാടിയപ്പോ അതിന് തിരിച്ചുപദ്രവിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ബിസ്മി ചൊല്ലി ഒരു കാര്യം ചെയ്താൽ നമ്മൾ സംരക്ഷണത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സിഹ്ർ മൂലം സിഹ്റും ബാധിക്കുന്നത് പിന്നെ നമുക്ക് പരിശുദ്ധ ഖുർആൻ കാണാൻ സാധിക്കും. സൂറത്ത് നഹ്ലിൽ അള്ളാഹു പറയുന്നു, അതുകൊണ്ട് നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആട്ടി ഓടിക്കപ്പെട്ട പിശാച് എന്ന് അള്ളാഹുവിൽ അഭയം തേടുക. ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൽ ഭാരമേൽപ്പിക്കുകയും ചെയ്യുന്നവരുടെ മേൽ അവന് യാതൊരു അധികാരവുമില്ല. ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൂനഹു വല്ലദീന ഹും ബിഹി മുശ്രികൂൻ. അവന്റെ അധികാരം അവനെ സ്നേഹം പിടിക്കുന്നവരെയും അള്ളാഹുവിന് പങ്കാളിയെ കൽപ്പിക്കുന്നവരുടെ മേൽ മാത്രമാണ്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹുവിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതുപോലെ തന്നെ അള്ളാഹു തവക്കുകയും ചെയ്യുന്ന ആളുകളിൽ അവന് അധികാരമില്ല. അധികാരം ആരിലാണ്? പിശാചിനോട് സ്നേഹം പിടിക്കുക, പിശാചിന്റെ പറയുന്ന അനുസരിച്ചൊക്കെ അങ്ങ് നീങ്ങുന്ന ആളുകൾ, അതുപോലെ തന്നെ ഷിർക്ക് ചെയ്യുന്ന ആളുകൾ. അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും അങ്ങനെയുള്ള ആളുകളിലാണ്, വീടുകളിലാണ് പലപ്പോഴും ഈ ശല്യങ്ങൾ കാണാൻ കഴിയുന്നത്. ഒരു ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരടിമ ഫർളായ കാര്യങ്ങൾ ചെയ്ത് അള്ളാഹു അവനോട് അടുത്തു. സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അവനോട് കൂടുതലൊക്കെ, അവസാനം അള്ളാഹുവിന്റെ കയ്യാവും കാലാവും കണ്ണാവും എന്നുള്ള ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും.
എന്നിട്ട് പറയാൻ